വിദ്യാഭ്യാസ മേഖലയിൽ ഈ അടുത്ത കാലത്തായി പല സുപ്രധാന വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കി വരികയാണ്. അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്നലെ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കുകയുണ്ടായി. അതായത് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഒരു പൊതു പ്രാർത്ഥനാ ഗാനം മതനിരപേക്ഷവും എല്ലാ തരത്തിലുള്ള മതവിഭാഗങ്ങളെയും എല്ലാത്തരം കുട്ടികൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രാർത്ഥനാ ഗാനം കൊണ്ടുവരുമെന്ന് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നുവെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. മിനിസ്റ്റർ, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആശയത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതൊരു സമൂഹത്തിലൊരു ചർച്ചയ്ക്ക് വേണ്ടി വെച്ച ഒരു നിർദ്ദേശം മാത്രമാണ്. നമ്മൾ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഏകപക്ഷീയമായ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇപ്പം നമുക്ക് കേരളത്തിൽ 14,000-ഓളം വരുന്ന സ്കൂളുകൾ എയ്ഡഡ് ഗവൺമെൻറ് മേഖലയിലുണ്ട്, അൺഎയ്ഡഡ് മേഖലയിലുണ്ട്. അപ്പം മിക്കവാറും സ്കൂളുകളിൽ മിക്കവാറും ചടങ്ങുകളുണ്ടാവാറുണ്ട്. അത് പാഠ്യവിഷയങ്ങളിലോട്ട് ബന്ധപ്പെട്ട ചടങ്ങുകൾ ഉണ്ടാവാറുണ്ട്. പാഠ്യേതര വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ധാരാളം യോഗങ്ങൾ നടക്കാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 1-ാം ക്ലാസ്സിൽ മുതലുള്ള കുട്ടി ഇത് എല്ലാ ദിവസവും ആവർത്തിക്കുന്നത് ആയതുകൊണ്ട് ഇത് കാണാൻ പഠിക്കുകയാണ്. അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ തന്നെ അവൻ പഠിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അപ്പം നമ്മുടെ ഒരു ഭരണഘടന അനുസരിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ആശയവും വേറൊരാളുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ ന്യൂട്രലായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. നിരവധി ആൾക്കാർ എനിക്ക് കത്തയക്കുന്നുണ്ട്, ഇമെയിൽ സന്ദേശം അയക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കും എനിക്കും ഇഷ്ടമില്ലാത്ത ഗാനം ഞാൻ ആലപിക്കേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ NSSന് മനസ്സ് നന്നാവട്ടെ എന്നുള്ള പാട്ട് ഒരു പൊതുവിലെല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പാട്ടാണ്. അത് NSS ഇപ്പം ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ ചില സ്ഥലങ്ങളിൽ എണീക്കാറില്ല. ഈ പാട്ട് പാടുമ്പോഴും ആൾക്കാർ എണീറ്റിരിക്കുകയാണ്. അതിൻ്റെ കാര്യമില്ല. എന്നാലും പിന്നെ എല്ലാവരും എണീറ്റ് നിൽക്കുമ്പോൾ നമ്മൾ മാത്രം ഇരിക്കേണ്ടതിന് കുറച്ച് എണീറ്റ് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാനും പറഞ്ഞത്, നമുക്കൊരു പൊതുവായിട്ടുള്ളൊരു പാട്ട്, അത് എല്ലാ വിദ്യാലയങ്ങളിലും നമുക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സ്ഥലത്തും അതാവണം നമ്മുടെ ഗാനം. അതിനെപ്പറ്റിയുള്ള അഭിപ്രായം വരട്ടെ. മറിച്ച് ഈ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത് ഒട്ടും ശരിയാവുമല്ലോ. ഇത് ഏതെങ്കിലും മതത്തിനെതിരായിട്ടോ ജാതിക്കെതിരായിട്ടോ വർഗത്തിനെതിരായിട്ടോ എന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുഞ്ഞു മനസ്സിലാണല്ലോ ഇത് എല്ലാ കാര്യങ്ങളും അവൻ്റെ മനസ്സിൽ അപ്പോഴും ഉണ്ടാവുന്നതാണ് അവൻ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന കാര്യം. അപ്പോൾ വർഗീയ വിഷമോ ഒന്നും അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന ഭരണഘടനയെ നമുക്ക് മുറുകെ പിടിക്കണം. മതേതരത്വം മുറുകെ പിടിക്കണം. മനുഷ്യസ്നേഹം മുറുകെ പിടിക്കണം. കേരളത്തിൻ്റെ പ്രത്യേകതകൾ മുറുകെ പിടിക്കണം. നമ്മുടെ പാരമ്പര്യം നമുക്ക് മുറുകെ പിടിക്കണം. മനുഷ്യസ്നേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഗാനമായാൽ അത് നന്നായിരിക്കും. അത് അതിൻ്റെ അഭിപ്രായം വന്നോട്ടെ. അതുകൊണ്ട് ആണ് അത്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ വേറെ ഒന്നും അംഗീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ദേശീയഗാനം നിർബന്ധമായിട്ടും എല്ലാ സ്കൂളുകളിലും ഇനി പരിപാടി തുടങ്ങുമ്പോൾ ദേശീയഗാനം പാടിയാൽ മതി എന്ന് നമുക്ക് തീരുമാനിച്ചുകൂടാ? അതിന് ആർക്കും തർക്കം വരുന്ന കാര്യം അല്ലല്ലോ. അപ്പോൾ എന്തായാലും അതാണ് അങ്ങനെ തീരുമാനിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാൻ വേണ്ടിയുള്ള കാരണം, നമ്മുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉള്ള ഇത് വരട്ടെ. ഇത് ഏതെങ്കിലും വിശ്വാസത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ വേണ്ടി നോക്കുകയാണ്. കാരണം എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞാൽ അതൊരു വിശ്വാസമായിട്ടിട്ട് കണക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അത് വേറൊരു ആംഗിളിലേക്ക് തിരിഞ്ഞു പോകും. ഇതൊരു പ്രാർത്ഥനാഗാനം എന്ന സ്വഭാവത്തിലാണോ, അതോ ഉദ്ഘാടന ചടങ്ങുകളിലും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്വാഗതഗാനം എന്ന നിലയ്ക്കായിരിക്കുമോ? നമുക്കിത് എങ്ങനെ വേണമെന്നുള്ളവരെ നോക്കുന്ന ആലോചിക്കേണ്ടി വരും. ഈ പ്രാർത്ഥന തന്നെ എല്ലാവർക്കും അതിലൊക്കെ ഒരു എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഒരഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും ഇത് നിരീശ്വരവാദമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഈശ്വരവിശ്വാസത്തിനെതിരായിട്ടുള്ള കാര്യമല്ല. അപ്പം അങ്ങനെയെല്ലാം കൊണ്ട് വരുമ്പോഴാണല്ലോ ഒരു എതിർപ്പ് വരുന്നത്.
അവരുടെ ഈ വിശ്വാസവും ഈശ്വരവിശ്വാസവും ഒക്കെ തന്നെ അങ്ങനെ തന്നെ നിന്നോട്ടെ. പിന്നെ ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഏതെങ്കിലും കുട്ടികളെ അടിച്ചേൽപ്പിക്കാതെ ഇരിക്കുക, ഇത് ഇത്രമാത്രം ഈ കാര്യത്തിൽ പിന്നെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴേ തന്നെ അത് പ്രാർത്ഥനയാണോ പിന്നെ അതേപോലെ തന്നെ സ്വാഗതഗാനമാണോ അങ്ങനെയെല്ലാം ഒരു തർക്കം വരേണ്ട കാര്യമില്ല. ഒരു ഗാനം നമുക്ക് എടുക്കാം, അത് എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ച വരട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. പൊതുജനാഭിപ്രായം തേടുന്നു, പിന്നീട് എല്ലാവരുമായി ചർച്ച നടത്തുന്നു. എല്ലാവരുമായിട്ട് ചർച്ച നടത്തും. അതിൽ പിന്നെ അതിൻ്റെ ഇന്നലെയൊക്കെ വന്ന ഭൂരിപക്ഷ അഭിപ്രായങ്ങൾ അത് നല്ലതാണ് എന്നുള്ള നിലയിലുള്ള അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് എങ്ങനെയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ് എന്ന് സംബന്ധിച്ചിടത്തോളം നമ്മൾ ദീർഘമായി ആലോചിക്കേണ്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഈ ശാസ്ത്രമേളയുടെ ഉദ്ഘാടന വേദിയിലെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെ വലിയ വൈറലാണ്. മറ്റൊന്നുമല്ല, മന്ത്രിയും അവിടുത്തെ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും ഒന്നിച്ചിരിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് ചർച്ചയാകുന്നത്. മന്ത്രി കണ്ടിരുന്നായിരിക്കുമല്ലോ അത്? കണ്ട് അയാളിപ്പോൾ നിലവിൽ അവിടുത്തെ MLA ആണ്. ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാളെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഒരാൾ അയാൾ വേദിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടി അത് ഞങ്ങളുടെ ഒരു മര്യാദയല്ല. വേദിയിലേക്ക് വന്നതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണോ? അയാൾ വേദിയിലെത്തി വന്ന് അയാൾ നിലവിൽ MLA ആണ്. MLA ആയ ഒരാളിനെ നമ്മളവിടെ നിന്ന് എന്ത് ന്യായത്തിൽ ഇറക്കി വിടുന്നത്? അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിയോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മളിറങ്ങിപ്പോണം. അതല്ലേ ഒരു LDFൻ്റെ മര്യാദ. അതാണ് പിന്നെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന് ഇനി ഒരു കാര്യങ്ങളിലൂടെ തടയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ വരുന്നതിന് തടയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കാര്യമാണല്ലോ അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അലങ്കോല സീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അവിടെ MLA നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. തീർച്ചയായിട്ടും അയാളെ ക്ഷണിച്ചിരുന്നു. അയാളുടെ പേര് നോട്ടീസിലുണ്ടായിരുന്നു. സംഘാടക സമിതി രൂപീകരണ യോഗത്തിലും ഞാനാണ് പോയിരുന്നത്, അയാളുടെ പേര് നോട്ടീസ് വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ജനാധിപത്യ മര്യാദയുടെ പ്രശ്നമാണ്. അയാൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഒരു വ്യക്തിയാണ്. അയാൾ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തിയിട്ടില്ല, അയാളൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രം കാണിക്കാൻ കഴിയുന്നൊരു മര്യാദയാണ്. കാരണം മുൻപ് ഈ സംഘാടക സമിതി രൂപീകരിക്കുന്ന സമയത്ത് രാഹുലിനെ പറ്റി മന്ത്രിയുടെ പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാക്കപ്പെടുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അന്ന് ഒഴിവാക്കും, നമ്മൾ അംഗീകരിക്കില്ല എന്നൊക്കെ മിനിസ്റ്റർ പറഞ്ഞിരുന്നു. അതിനെയൊക്കെയാണ് വീണ്ടും ഇപ്പോൾ കുത്തിപ്പോക്കുന്നത്. അന്ന് ഈ പ്രശ്നം വളരെ രൂക്ഷമായിരുന്നു. പിന്നെ അതിൻ്റെ വല്ലാത്ത നിലയിൽ കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ലിസ്റ്റ് വായിച്ച അവസരത്തിൽ അയാളുടെ പേരും ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി, നാളെ ഡൽഹിയിലേക്ക് പോവുകയാണല്ലോ, കേന്ദ്ര തൊഴിൽ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി, PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം നാളെ അല്ലെങ്കിൽ 10-ാം തീയതി നടക്കുന്ന ചർച്ചയിലൊക്കെ സംസാരിക്കുമായിരിക്കും അല്ലേ? 10-ാം തീയതി 3 മണിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കാണുന്നതിന് വേണ്ടി അദ്ദേഹം സമയം തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ SSK ഫണ്ടിൻ്റെ കുടിശ്ശിക, അതുപോലെ പിന്നെ തന്നെ നമ്മുടെ സ്റ്റാർസ് പദ്ധതിയുടെ കുടിശ്ശിക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്. മിനിസ്റ്റർ ഇപ്പോൾ ഈ കത്തയക്കുന്നതിലെ ഒരു കാലതാമസമൊക്കെ കത്തയക്കുന്ന കാലതാമസമല്ല, അതിൻ്റെ ഒരു കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കത്താണ്. അതിൻ്റെ എല്ലാ വശവും നോക്കി, നിയമപരമായ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ 10 ദിവസം മറ്റിലായുള്ളൂ, അത് ഉടനെ തന്നെ നിർവഹിക്കും. നമ്മൾ നിയമോപദേശം തേടിയിരുന്നു, അത് ലഭിച്ചിരുന്നു? നമുക്ക് നിയമോപദേശം തേടിയിട്ടുണ്ട്, അത് ലഭിച്ചിട്ടുമുണ്ട്. അത് മുഖ്യമന്ത്രി വന്ന ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യും. അത് ഇപ്പോൾ നമുക്ക് SSKയുടെ ആദ്യ ഗഡു കിട്ടിയല്ലോ. അപ്പോൾ SSKയുടെ 109 കോടി രൂപ കിട്ടിയിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2-ാം ഗഡുവിന് വേണ്ടിയുള്ള പ്രപ്പോസലൊക്കെ ഉടനെ കൊടുക്കുമായിരിക്കും? 2-ാം ഗഡുവിനുള്ള പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ SSK വഴി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്? SSK വഴി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എത്ര കോടിയുടെ പ്രപ്പോസലാണ് മിനിസ്റ്റർ കൊടുത്തത്? ഇപ്പം SSKയുടെ ഈ നമുക്ക് തരാനുള്ള കാശും ഈ 25-26 കാശും കൂടെ ചേർത്തുമ്പോൾ ഏകദേശം 500 കോടി വരും. ഏകദേശം അത് മുഴുവനും ഗഡുവായി കൊടുത്തിട്ടുണ്ടോ അതോ അത് മുഴുവനും കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസലിൽ നമ്മൾ എത്ര കോടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? കോടി തന്നെയാണ്, കോടിയോടാണ്. ഓക്കെ, അപ്പോൾ മന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നമുക്ക് അറിയാൻ സാധിച്ചു. വീഡിയോ ജേർണലിസ്റ്റ് മനുവിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.